ഹേ ഗായ്സ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചേച്ചിക്ക് കൊറിയർ അയക്കാൻ വേണ്ടി ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. സോ കുറച്ച് മഴയൊക്കെ കുറയാൻ വേണ്ടി നമ്മൾ കാത്തു നിന്നിട്ടുണ്ടായിരുന്നേ. 2 ദിവസമായി പോകണമെന്ന് വിചാരിക്കുന്നു അയക്കാൻ, പക്ഷെ മഴ കാരണം പോകാൻ പറ്റില്ല. മഴ പെയ്യുമ്പോൾ എനിക്ക് വീടിൻ്റെ അറ്റ്മോസ്ഫിയർ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസമല്ലേ കാണാൻ വേണ്ടി. അങ്ങനെ ഓട്ടോ വന്നു, ഏകദേശം മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകുന്നത് ആ മോൾക്ക് ഡ്രസ്സ് വാങ്ങിക്കാനാണ്. കുഞ്ഞിന് 4 വയസ്സാണെന്ന് ചേച്ചി പറഞ്ഞൊരു ഓർമ്മയിലായിരുന്നു കേട്ടോ. ഞാൻ ടെക്സ്റ്റൈൽസിൽ പോയി അവരുടെ വയസ്സൊക്കെ പറഞ്ഞ് കുറേ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അധികം ചെറിയ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ വലുതാകുമ്പോൾ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് അത്യാവശ്യം വലിയ ഡ്രസ്സാട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുഞ്ഞിന് വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള 2 സെറ്റ് ഡ്രസ്സും കൂടി ഞാൻ വാങ്ങിയിട്ടില്ല, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുഞ്ഞിന് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ചേച്ചി ബില്ലും കാര്യങ്ങളൊക്കെ ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് കൊറിയർ സർവീസിലോട്ടാണ്. തൊട്ടടുത്താണ് കൊറിയർ സർവീസ് വരുന്നത്. അവിടെ പോയി വാങ്ങിയ ഡ്രസ്സും എൻ്റെ കയ്യിലുണ്ടായ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോസും കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വേറൊന്നും കൊണ്ടല്ല, ഇതുപോലെ ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, അതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഞാനും അമ്മയും ഒരു ഹോട്ടലിൽ പോയി വൈകുന്നേരം ചായക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. ലാസ്റ്റ് അങ്ങനെ വീടെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.